മന്ന വീഡിയോയിൽ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ. എന്നും ഒരേ കാര്യം തന്നെ കുക്കിങ്ങും പ്ലാൻ ശാസ്ത്രവും മാത്രം പറയാതെ ഒരു ക്ലീനിങ് ടിപ്പ് പറഞ്ഞു തരാം. വളരെ സിമ്പിളാണ്, ഞെട്ടിക്കുന്ന ഒരു സംഭവം. ഇത്രയും നാൾ നമ്മുടെ വീട്ടിലെ എല്ലാ വീടുകളിലും സാധാരണ കാണുന്നതാണ്. പക്ഷേ അത് നമ്മുടെ ഭക്ഷണമാണ്, നമ്മുടെ ക്ലീനിങ് ഏജൻ്റാണെന്ന് നമുക്കൊരിക്കലും തോന്നിയിട്ടില്ല. പഴയ ഒരു സ്റ്റീൽ മൊന്തയാണ്. ഞാൻ അതെൻ്റെ ഡിഷ് വാഷറിനകത്ത് വിട്ടു നോക്കി. പക്ഷേ കണ്ടോ, കാര്യമായിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. ഇതിന് വല്ല ജോലിക്കാർക്കൊക്കെ കാപ്പി കൊടുക്കാൻ കൊള്ളാം, അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഇതിലുള്ള ഈ തുരുമ്പും ഒക്കെ കളയാൻ പറ്റുമെന്നൊന്ന് നോക്കാൻ വേണ്ടിയാണ്. അടുത്തത് എൻ്റെ ഒരു സോസ്പാനാണ്. അതിങ്ങനെ ഒത്തിരി സോസ്പാനുള്ളത് കൊണ്ട് ചിലതൊക്കെ മാറ്റി വെച്ചേക്കും. അതേപോലെ ഇത്രയൊക്കെ ആയിപ്പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നണത് ഒരു 35 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വലിയ കുക്കറാണ്. 5.5 ലിറ്ററിൻ്റെ കുക്കറാണ്. അന്നത്തെ മെറ്റൽ ഒരുപാട് നല്ലതാണ്. അതുകൊണ്ട് ഞാനിത് മേടിച്ചത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്ഥിരം പോകുന്ന പാത്രക്കട ഭുവന മെറ്റൽ മാർട്ടിലെ ഭുവനേന്ദ്രൻ പറയും, ടീച്ചറെ അത് ഒരിക്കലും കൊടുക്കരുത്, നല്ല സാധനമാണെന്ന്. പക്ഷേ അതിൻ്റെ അവസ്ഥ ഇപ്പം വല്ലപ്പോഴൊക്കെ എടുക്കുന്നതുകൊണ്ട് അത്ര കാര്യമായിട്ട് അതിനെ തേച്ച് വൃത്തിയാക്കിയില്ല. പിന്നീട് അതേ കടയിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് നോൾട്ടയുടെ ഒരു വലിയ നോൺ സ്റ്റിക്ക് പാൻ, വലുതാണ്. അപ്പോൾ എനിക്കൊരു ഒരുപാട് എന്തെങ്കിലും 2 കിലോ 3 കിലോ ചിക്കനൊക്കെ ഉണ്ടാക്കണമെങ്കിലോ ഒക്കെ ഇത് ഉപകാരമായിരിക്കും. അപ്പോൾ ഇതിനെ എങ്ങനെ നന്നാക്കാമെന്ന് നോക്കാം. അപ്പോൾ കുളിക്കാൻ തയ്യാറായിട്ടുള്ള പാത്രങ്ങളെല്ലാം വാഷ് ടബിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ടബിൻ്റെ അടുത്ത് ഇത് കണ്ടോ, ഇതാണ് ക്ലീനിങ് ഏജൻറ്റ്. ഇത് വെച്ച് ഞാൻ ഇവരെല്ലാം തേച്ച് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം, എന്തുമാത്രം വൃത്തിയാവുന്നുണ്ടെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ അത്ഭുതകരമായ ക്ലെൻസിങ് ഏജൻറ്റ് എല്ലാ പാത്രത്തിലും കഴുകാൻ റെഡിയായിട്ട് വന്നിരിക്കുന്ന എല്ലാ പാത്രത്തിലും നന്നായിട്ട് ഊശി വെച്ചു. കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞൊന്ന് സ്ക്രബ് ചെയ്ത് കഴുകി നോക്കാം. മണിക്കൂറായി, ഒരുമാതിരി എല്ലാം ഉണങ്ങി. ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഈ സ്റ്റീലിൻ്റെ പാത്രത്തിലായിരുന്നു. ഇതിൻ്റെ തുരുമ്പൊന്ന് പോയി കിട്ടുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടപ്പ് ആദ്യം തന്നെ വെള്ളത്തിലൊന്ന് കഴുകി നോക്കാം. കണ്ടോ, ഒരു സ്വല്പം പോലും തുരുമ്പില്ല. കാണാമല്ലോ, ഇതിൻ്റെ അകവും പുറവും മുഴുവൻ തുരുമ്പിച്ചിരുന്നതാണ്. കാണാമല്ലോ. ഓക്കെ, ഇനി മൊന്തയുടെ ഈ ഭാഗം മുഴുവൻ തുരുമ്പായിരുന്നല്ലോ, അതെങ്ങനെയായി നോക്കാം. റബ്ബർ വെച്ചൊന്ന് തേച്ച് കഴുകി നോക്കാം. ഞെട്ടിക്കുന്ന അത്ഭുതം കണ്ടോ. എവിടെയെങ്കിലും ഒരു സ്റ്റീലിൻ്റെ സ്റ്റെയിൻ ഇവിടെ കാണുന്നുണ്ടോ? കറയുണ്ടോ? ഇരുമ്പ് കറയുണ്ടോ? ഫുള്ളായിട്ട് നീറ്റായില്ലേ? വിശ്വസിക്കാൻ മേലാത്ത അത്രയും നീറ്റ്നെസ് അല്ലേ. ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ കഴുകി കാണിച്ചു തരാം. ഇത് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഉപേക്ഷിച്ചിട്ടിരുന്നതാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടുത്ത ഈ കുക്കർ. ഉണ്ടോ, കുക്കറിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലായിരുന്നോ? അടിപൊളിയല്ലേ? പേര് പോലും കാണാൻ മേലാത്ത അത്രയും കരി പിടിച്ചിരുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഈ സ്ക്രബ്ബർ വെച്ചൊന്ന് തിരുമ്മി കളഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഈ സ്റ്റീലിൻ്റെ സോസ്പാൻ. ഇത് ഞാൻ ശരിക്കും ഉപേക്ഷിച്ചിട്ടിരുന്നതാണ്. ഈ ടിപ്പൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ്. ഇത് അങ്ങ് കരി പിടിച്ചിട്ടും തുരുമ്പെടുത്തിട്ടും മാറ്റിയിട്ടിരുന്നതാണ്. ഇനി ഇതും നമുക്കൊന്ന് വാഷ് ചെയ്ത് നോക്കാം.
എങ്ങനെയുണ്ട്? പുത്തൻ പോലെ തിളങ്ങുന്നില്ലേ? എവിടെയെങ്കിലും ഒരു ശകലെങ്കിലും തുരുമ്പിൻ്റെ കറ ഉണ്ടോ? ഒരു സ്ഥലത്തും ഇല്ല. നിങ്ങളിതിൻ്റെ ആദ്യത്തെ അവസ്ഥ കണ്ടതാണല്ലോ അല്ലേ? ഇവിടെ ഇതേയൊക്കെ നിറച്ച് തുരുമ്പായിരുന്നു ഇവിടെ എല്ലാം. ഞാൻ പോലും വിശ്വസിക്കാത്ത അത്രയും തിളക്കത്തിലാണിത്. ഇത് കളഞ്ഞേരെന്നും പറഞ്ഞ ഔട്ട് ഹൗസിൽ കിടന്നതാണ്. ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തുകൊണ്ട് വന്നതാണ്. ഇനി അടുത്തത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ, നോട്ടയുടെ. അത് മുഴുവനും പുറം കണ്ട ഭയാനകമായിരുന്നു. കാണാലോ, സൂപ്പറായിട്ട് തിളങ്ങുന്നതാണല്ലോ. പേര് വരെ തിരിച്ച് കാണാം. ഇപ്പോൾ ഉണ്ടല്ലേ, സ്റ്റീല് തെളിഞ്ഞ് കാണാം. ഇപ്പം എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയായില്ലേ? അങ്ങനെയാണ് നമ്മുടെ ഈ മാജിക്. അത് തീർന്നു. അത് മുഴുവനും ഞാൻ തേച്ചായിരുന്നു. ഇതെന്താണെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാവോ? നമ്മുടെ അടുക്കളയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മിശ്രിതമാണ്. അത് അരി ഉഴുന്നും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു മിശ്രിതമാണ്. അതാണ് നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ മിശ്രിതം. അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ? ഒരു ഏകദേശം നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മിശ്രിതമാണ് അത്. അരി ഉഴുന്നും കൂടെ ചേർത്ത് ആട്ടി ഉണ്ടാക്കുന്ന ഒരു മിശ്രിതം. എന്തിനൊക്കെയാണ്, അതെന്താണെന്നൊന്ന് പറയണേ. ഉണ്ടല്ലോ, തിളക്കം കണ്ടോ? പുത്തൻ പാത്രം പോലെ. കുക്കർ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സ്റ്റീലിനാണ് കൂടുതൽ തിളക്കം കിട്ടിയിരിക്കുന്നത്. സ്റ്റീൽ പാത്രം വാഷ് ചെയ്യാനായിട്ട് ഇനി നിങ്ങൾ ഡിഷ് വാഷും ലിക്വിഡും സോപ്പും ബാർ സോപ്പും സോപ്പ് പൊടിയൊന്നും വാങ്ങിക്കേണ്ട. നമ്മുടെ അടുക്കളയിലെ ഈ സൂപ്പർ ഡ്യൂപ്പർ അരി ഉഴുന്ന മിശ്രിതം മതി. അതൊന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്കറിയാവുന്നത്. താറുമാറായി ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ഞങ്ങളെയൊക്കെ നല്ല സുന്ദരന്മാരാക്കി തീർത്തതിന് നന്ദിയുണ്ട്. ഇനി ആർക്കെങ്കിലും ഈ ടിപ്പ് ആവശ്യമുണ്ടെങ്കിൽ, ഇതുപോലെ കുളിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഓടി വായോ. എല്ലാവരും നല്ല സൂപ്പർ ക്ലീനായില്ലേ?